എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോയിഡ് ഇൻവെർട്ടർ AC-യുടെ ഒരു ഔട്ട്ഡോർ യൂണിറ്റാണ്. ഈ യൂണിറ്റ് വന്നിരിക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് EL01 എന്നുള്ള എററുമായിട്ടാണ് ഈ ഒരു PCB വന്നിട്ടുള്ളത്. അപ്പോൾ EL01 എന്നുള്ള എറർ കമ്മ്യൂണിക്കേഷൻ എററാണ് ഈ ഒരു ടൈപ്പ് ബോർഡിൽ. അപ്പോൾ എനിക്കിവിടെ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് കവറൊക്കെ ആയിട്ടാണ് ഇത് വന്നത്. കവറിൽ പാക്ക് ചെയ്താണ് വന്നത്. ഇതിൻ്റെ ബോഡി മുഴുവനും പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കണക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു ബോർഡ് അഴിച്ച് വെച്ചിട്ട് കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ഏകദേശം ഒരു 10-15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കുഞ്ഞു പാമ്പ് കയറി ഇരുന്നിട്ട് ഇതിനകത്ത് ഷോർട്ടിങ് ആയിട്ട് കത്തിപ്പോയതായിരുന്നു ഇതിനകത്തുള്ള വിഷയം. ഇവിടെ അതിൻ്റെ ഇതിനിടയ്ക്ക് കൂടെ ഇങ്ങനെ കയറി ഇതിനിടയ്ക്ക് കൂടെ പോകുമായിരുന്നു. പക്ഷേ ഇത് പോകുന്ന വഴിക്ക് ഈ ഹൈ വോൾട്ടേജിൽ കയറി തട്ടി കറണ്ട് അടിച്ച് അത് വെടിയിട്ട് ഒരു 2-3 ആഴ്ചയായി ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട്. ഇന്നാണ് അവർ ഇത് പോയി അഴിച്ചെടുത്തുകൊണ്ട് വന്നത്. അന്ന് മുതലേ ഇരുന്ന് ഇത് അങ്ങ് അതിൻ്റെ ശരീരമൊക്കെ പുഴുവൊക്കെ എടുത്ത് മൊത്തം പോയി. അതുകൊണ്ട് ഇതിനകം ഇത്രയും നാശം കോട്ടയാക്കിയിട്ടിരിക്കുക. കാര്യം തെറിച്ച് പോയി. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബോർഡ് എങ്ങനെ സർവീസ് ചെയ്ത് പഴയ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഒരു സൈഡ് മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹീറ്റ് കൂടെ അഴിച്ച് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഇനി അതിനടിയിൽ കത്തിപ്പോയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിപ്പയറിംഗ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഹീറ്റ് സിങ്കിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സൈഡാണ് നമുക്ക് കത്തിപ്പോയിട്ടുള്ളത്. ഇവിടെ എല്ലായിടവും ആർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിലുള്ള ഹെവി ഡാമേജസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ആർക്ക് ചെയ്തിരിക്കുന്ന സൈഡ് മുഴുവനും ക്ലീൻ ചെയ്യണം. നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഇനി ആർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇത് കമ്പോണൻസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആർക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ ആർക്കിങ് വരാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് ഇനി പറയുന്നത് ഇവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ഷണ്ട് റെസിസ്റ്റൻസ് ഫുള്ളായിട്ട് കത്തിപ്പോയി. ഈ ടൈപ്പ് ഷണ്ട് റെസിസ്റ്റൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ ഇരുന്നത് മൊത്തത്തിൽ അങ്ങ് കത്തിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യണം. പിന്നെ ഈ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ റീഡിങ് അത് ഈ ഒരു കമ്പറേറ്റർ IC-ആണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ നമുക്കിവിടെ കത്തിപ്പോയിട്ടുണ്ട്. ആ കണക്ഷനൊക്കെ അതേ കണക്ക് തിരിച്ച് പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് മാറി പിന്നെ ചെക്ക് ചെയ്യേണ്ടത് IGBT ആണ്. ഈ IGBT പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ബസർ മോഡൽ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ ഒരു IGBT ഷോർട്ടഡാണ്. അപ്പോൾ ഈ IGBT ആദ്യം ഇതിനകത്ത് ഓടിച്ചെടുക്കാം. IGBT നമ്പർ K40B65H2A, അതായത് 40 ആംപിയർ 650 വോൾട്ടിൻ്റെ IGBT ആണ് ഇത്. അപ്പോൾ ആ IGBT പോയിട്ടുണ്ട്. ഇവിടെ വേറൊരു IGBTയും ഫിറ്റ് ചെയ്ത് ഇവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസും ഫിറ്റ് ചെയ്ത് അതിൻ്റെ കണക്ഷനും പിടിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു ഇതെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ കണക്ഷനൊക്കെ കമ്പറേറ്റർ IC-യിലുള്ള കണക്ഷനൊക്കെ പിടിച്ചു കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു IGBT മാറിയിട്ടുണ്ട്. ഈ IGBT മാറി. പിന്നെ ഇവിടെ വരുന്ന ഈ ഷണ്ട് റെസിസ്റ്റൻസും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം കത്തിപ്പോയതെല്ലാം മാറ്റി. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷണ്ട് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 0.02 ohms ആണ്. അപ്പോൾ അത്രയും വാല്യൂ കുറഞ്ഞിട്ടുള്ള ഷണ്ട് റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയായിരുന്നു. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഫീഡ്ബാക്ക്, അതായത് ഈ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അത് പ്രോസസ്സർ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്ന ഈ 4 റെസിസ്റ്റൻസ് ഞാനിവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ IGBT ഈ ഷണ്ട് റെസിസ്റ്റൻസ് ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടി സെറ്റ് ചെയ്തതിന് ശേഷം
നമുക്ക് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. കമ്മ്യൂണിക്കേഷൻ നടന്ന് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം ഞാൻ ഈ ഒരു ഹീറ്റ് സിങ്കും കൂടെ ഇതിൽ പിടിപ്പിക്കണം. ഹീറ്റ് സിങ്ക് പിടിപ്പിച്ചിട്ട് നമുക്ക് കംപ്രസർ കൊടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹീറ്റ് സിങ്കും പിടിപ്പിച്ച് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോറിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻഡോർ യൂണിറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കംപ്രസറൊക്കെ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാണ്ട് ഇൻഡോർ യൂണിറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് കംപ്രസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ, കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് പവർ ഓഫ് മോഡിൽ കിടക്കണം. ഞാൻ പവർ ഓൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 24 വന്നിട്ടുണ്ട്. ഓൺ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ കംപ്രസർ സ്റ്റാർട്ടായിട്ടുണ്ട്. കംപ്രസർ സ്റ്റാർട്ടായി. നല്ല ഫുൾ സ്പീഡിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്രസർ വർക്കിംഗ് കണ്ടീഷനാണ്. കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നടക്കുന്നുണ്ട്. ഞാനിത് ഓഫ് ചെയ്തതാണ്. EL01 എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഈ ബോർഡ് ലോയിഡ് ഇൻവെർട്ടർ ACയുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നമായിട്ട് വന്നത് ഇതിനകത്തൊരു കുഞ്ഞു പാമ്പ് കയറിയിട്ട് അതിനകത്ത് ഷോർട്ടായി പോയതായിരുന്നു. ഇതിനകത്ത് വന്നിരുന്ന പ്രശ്നം IGBT ഷോർട്ടായി പോയതായിരുന്നു. അപ്പോൾ ആ IGBT മാറിയിട്ട് അതിനകത്തുള്ള സെൻട്രൽ റെസിസ്റ്റൻസിൻ്റെ കണക്ഷൻ എല്ലാം പിടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു PCB കറക്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.